പലർക്കും ഇത് ആദ്യത്തെ ഈ ഒരു ടൈപ്പ് എക്സാം ആയിരിക്കാം, CBT ആയിരിക്കാം, ആൻസർ കീ ലഭിക്കുന്ന കൈൻഡ് ഓഫ് എക്സാം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇത് മാച്ച് ചെയ്ത് നോക്കണം എന്നുള്ളൊരു സംശയം പലർക്കും ഉണ്ടായിരുന്നിരിക്കും. ആദ്യം നെറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്കും സെയിം തന്നെയായിരുന്നു ഡൗട്ട്. നെറ്റിൽ ഇതുപോലെ തന്നെയാണ്, നമുക്കൊരു ക്വസ്റ്റ്യൻ ഒരു കോഡ് ഉണ്ടാവും, ഓപ്ഷൻസ് മറ്റൊരു കോഡായിരിക്കും, ആൻഡ് ഈ ഒരു ഓർഡർ എന്നുള്ളത് വളരെ വ്യത്യസ്തം ആയിരിക്കും, അല്ലെ വളരെ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ ഒരു ABCD എന്ന് പറയുന്ന പോലെയല്ല. A കഴിഞ്ഞ് ചിലപ്പം അടുത്ത ക്വസ്റ്റ്യൻ F ആയിരിക്കും, അല്ല അത് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ C ആയിരിക്കും. അങ്ങനെ ഒരു ഓർഡറിലല്ല ഇത് ഉണ്ടാവുക. അപ്പൊ ഞാൻ ഈ പറയുമ്പോഴും ചിലർക്ക് കൺഫ്യൂഷൻ തോന്നിയേക്കും. ബാക്കിയുള്ളവർക്ക് അറിയാവുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. പക്ഷെ അല്ലാത്തവരെ സംബന്ധിച്ച് എന്തായാലും ഈ ഒരു സെഷൻ യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എത്രയും പെട്ടെന്ന് ഇത് പറഞ്ഞു തീർക്കുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ കാര്യത്തിലേക്ക് കടക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 51 എന്ന് പറയുന്നത്. ഈ 51 എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തതാണ്. മുൻ വർഷത്തെ ഒരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസ് ഷീറ്റിലുള്ള ഒരു കാര്യമാണിത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കാണാം വിച്ച് ഓപ്ഷൻസ് വിൽ കംപ്ലീറ്റ് ദ ഗിവൺ ഫിഗർ മാട്രിക്സ്. ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഇവിടെ ക്വസ്റ്റ്യൻ ID എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും, അല്ലെ? ക്വസ്റ്റ്യൻ ID കാണുന്നില്ലേ? ഈ കാണുന്നതാണ് ക്വസ്റ്റ്യൻ ID. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ ID എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ID വെച്ചിട്ടാണ് നിങ്ങൾ ആൻസർ കീയിൽ ക്വസ്റ്റ്യന്റെ ID കണ്ടുപിടിക്കുന്നു. അതിന് നേരെ കറക്റ്റ് ഓപ്ഷന്റെ നമ്പർ ഉണ്ടാവും. ആ കറക്റ്റ് ഓപ്ഷന്റെ ID എന്ന് പറയുന്നത് ഈ താഴെ കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പൊ ഇത് ഈ സ്റ്റുഡന്റ് ആൻസർ ചെയ്തിട്ടില്ല. അപ്പൊ നിങ്ങൾ ആൻസർ ചെയ്തോ ഇല്ലയോ എന്ന് പോലും പലർക്കും ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം പരീക്ഷ നടന്നിട്ട് കുറച്ചായി, 75 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾ എത്ര എണ്ണം എഴുതിയില്ല എന്നുള്ളത് പലപ്പോഴും പലർക്കും ഡൗട്ട് ഉണ്ട്. സോ ഇതിൽ നിങ്ങൾ ആൻസർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോട്ട് ആൻസേർഡ് എന്ന് കാണിക്കും. പിന്നെ അതിൽ നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്യേണ്ടതില്ല. അൺടിൽ ആൻഡ് അൺലെസ് ഒരു ഇൻസ്റ്റൻസ് വരും. ആ ഇൻസ്റ്റൻസ് ഏതാന്നുള്ളത് ഫർദർ സ്ലൈഡ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇനി ഇത് 53ാമത്തെ ചോദ്യമാണ്. 51 കഴിഞ്ഞ് 51ന്റെ കോഡ് നോക്കുക. 68 63 40 25 5 8 3 ആണ്. ഇനി 53ാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ 68 63 40 25 563 ആണ്. 583ഉം 563ഉം ഒരിക്കലും അടുത്തടുത്തല്ല. ഇത് ഇനി ആൻസർ കീയിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിന്റെ വ്യത്യാസം ശരിക്കും മനസ്സിലാവുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കാം, 53ാമത്തെ ചോദ്യത്തിന് ക്വസ്റ്റ്യൻ ID വരുന്നത് 68 63 40 25 563. നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? ഓപ്ഷൻ നമ്പർ 2. നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 68 63 40 100 9 9 4 എന്നുള്ളതാണ്. സോറി, 100 9 9 4. ഇതാണ് നിങ്ങൾ മാർക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെ? ഇനി നമുക്ക് ആൻസർ കീയിലേക്ക് പോവാം. ഇത്രയും നേരം നമ്മൾ ക്വസ്റ്റ്യൻസിലാണല്ലോ. ആൻസർ കീയിലേക്ക് പോവാം. ആൻസർ കീയിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. ക്വസ്റ്റ്യൻ ID എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ നമ്പർ കൊടുക്കും. നിങ്ങൾ ഓൾറെഡി കാണുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ നമ്പർ കൊടുക്കും, അല്ലെ? അപ്പൊ ഇതിൽ ചിലടത്ത് ഡ്രോപ്പ് എന്ന് കാണാം. ഈ ഡ്രോപ്പിലാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആകെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പോയിന്റ് ഉള്ളത്. ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ചോദ്യത്തിനുള്ള 4 മാർക്ക് എന്തായാലും ലഭിക്കുന്നതായിരിക്കും. അതിൽ കൺഫ്യൂഷൻ ഒന്നും വേറെ വേണ്ടതില്ല. അപ്പൊ നമ്മളുടെ നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. 25 563. 25 563 ഈ തുടക്കത്തിലെ നമ്പറിലേക്ക് ഒന്നും പോണ്ട. 25 563 പറയുമ്പോ ഇതാണ് ക്വസ്റ്റ്യൻ ID. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ID എത്രാമതാണ്? ഇവിടെ 53ാമത്തെ ചോദ്യം. 53ാമത്തെ ചോദ്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ആൻസർ ഏതാണ്? 994 അഥവാ 994. 994 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. വിച്ച് മീൻസ് ഇതിന് 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. പ്ലസ് 4 ആണ് വരിക. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ID അവിടെ പോയിട്ട് ആ ലാസ്റ്റ് 4 ഡിജിറ്റ് നോക്കിയാൽ മതി. 5 5 6 3 5 5 6 2 5 5 6 1. ഇങ്ങനെയാണ് കീ ഉണ്ടാവുക. കീ ഓർഡറിൽ 53 54 55 56 57 58 59 60 എന്നുള്ള ഒരു ഓർഡറിലാണ് 99% നിങ്ങൾക്ക് കീ കിട്ടിയിട്ടുണ്ടാവുക. എനിക്ക് കിട്ടിയ കീ ഒക്കെ തന്നെ ഇങ്ങനെയാണ്. സോ ഈ ഒരു ഓർഡറിലാണ് കീ വരിക. എന്തെങ്കിലും എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസിൽ ആർക്കെങ്കിലും മാറിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ 99.9 ഇങ്ങനെയാണ്, ഈ ഒരു ഓർഡറിലാണ് അവർ നമുക്ക് കീ തരിക. പക്ഷെ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നമ്പറിലേക്ക് പോവാം. 52ാമത്തെ ചോദ്യം കണ്ടോ നിങ്ങൾ? 52ാമത്തെ ചോദ്യം ഞാനിപ്പോ കാണിച്ചു തരാം. ഈ 63ന്റെ നേരെ മേലെ 62 ഡ്രോപ്പ് ആണ്. 62 ഡ്രോപ്പ് ആണെന്ന് കരുതി നമുക്ക് എന്ത് അനുമാനിക്കാൻ പറ്റില്ല? 52ാമത്തെ ക്വസ്റ്റ്യൻ അതാണെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റില്ല. ബിക്കോസ് ഇത് 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അല്ലെ? ഇത് 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ 5 5 6 3 എന്ന നമ്പറിലുള്ളത്. എന്ന് വെച്ച് 5 5 6 2 ഒരിക്കലും 52ാമത്തെ ക്വസ്റ്റ്യൻ അല്ല. 5 5 6 2 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5 5 6 2 ഇതാണ് ഡ്രോപ്പ് ആയത്. ഓക്കെ, ഡ്രോപ്പ് ആയ ക്വസ്റ്റ്യൻ 22nd ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ ID ആണ് 5562 എന്നുള്ളത്.
ഇനി അതിന് കറക്റ്റ് ഓപ്ഷൻസ് നോക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഡ്രോപ്പ് ക്വസ്റ്റൻ ആണ്, അതുകൊണ്ട് തന്നെ പ്ലസ് 4 എന്തായാലും ലഭിക്കും. അപ്പൊ നമുക്ക് പലപ്പോഴും ഉണ്ടാവുന്ന ഒരു ടെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 5563 അതിന്റെ നേരെ മേലുള്ള ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ആയി എന്ന് നമ്മൾ കാണുമ്പോൾ നമ്മൾ ഗസ് ചെയ്യാൻ പോകുന്നത് 52nd ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ആയി എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും അല്ല, 52nd ഇവിടെ 5590 ആണ്. 5590 എന്നുള്ളത് നമുക്ക് ഇവിടെ ആൻസർ കീയിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. 5590 ഇവിടെ ഉണ്ടാവും. 5590 ഇത് ഞാൻ സ്നിപ്പ് ചെയ്താണ്, സോ അതിന്റെ അടിയിലാണ് 5590 ആക്ച്വലി ഉള്ളത്. അതായത് 5590 എന്ന് പറഞ്ഞിട്ട് ഇവിടെ വേറെ തന്നെ കോഡ് കാണാം. അപ്പൊ ഇതൊരു ഓർഡറിലാണ് ആൻസർ കീ ഉണ്ടാവുക, പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഒരു ഓർഡറിൽ അല്ല ഉണ്ടാവുക. 51 കഴിഞ്ഞ് 52 53 എന്നുള്ള നമ്പർ ഉണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ പറഞ്ഞ 63 64 65 എന്ന് പറഞ്ഞിട്ടല്ല വരിക. ഇവിടെ 5560 എന്ന് പറയുന്നത് 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 5563 എന്നുള്ളത് 53ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, 53rd ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് ആണ് പലർക്കും തെറ്റാൻ സാധ്യതയുള്ള ഒരു കാര്യം. ബാക്കിയൊക്കെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇതിൽ ഇങ്ങനെയാണ് മാച്ച് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ ഐഡിയും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് കണ്ടുപിടിക്കണം. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. നിങ്ങൾക്ക് ആൻസർ കീ ഒരു ഓർഡറിലാണെങ്കിൽ പോലും ആ കീ അനുസരിച്ചുള്ള, അപ്പം ഇതില് ഏറ്റവും, അതായത് കീ അനുസരിച്ച് കണ്ടുപിടിക്കുന്നതിനേക്കാൾ ഏറ്റവും ഈസി എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ അനുസരിച്ച് കീയിലേക്ക് പോവുക. ഇപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഐഡി നിങ്ങൾ ഇവിടെ കണ്ടു 5562 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് കീയിലേക്ക് പോയിട്ട് 5562 നോക്കുക. ഓക്കെ, 5562. ഇനി നെക്സ്റ്റ് കാണുന്നത് 5570 ആണെങ്കിൽ 5570 വരിക. എന്നിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന അനുസരിച്ച് ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് വല്ലതും പോയാൽ മതിയാവും. ആൻസർ കീ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടിക്കറ്റ് പോയാൽ മതിയാവും. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലാതെ ഈ ഓർഡറിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് തപ്പിപ്പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. ഇൻസ്റ്റെഡ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം, ആൻസർ കീ മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിന്റെ ആ ലാസ്റ്റ് 4 ഡിജിറ്റ് എടുക്കുക. 0959 ആണെങ്കിൽ ഇങ്ങോട്ട് വരിക. നെക്സ്റ്റ് ചിലപ്പോൾ കിട്ടുന്നത് 5597 ആയിരിക്കും, ഇങ്ങോട്ട് വരിക. നെക്സ്റ്റ് കിട്ടുന്നത് 5610 ആയിരിക്കും, ഇങ്ങോട്ട് വരിക. അത് വളരെ എളുപ്പമാണ്, ബിക്കോസ് ഇതൊരു ഓർഡറിലാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് മുമ്പ് കിട്ടിയത് 53 ആണ്, പിന്നെ കിട്ടുന്ന 67 ആണെങ്കിൽ അതിന്റെ താഴോട്ട് തന്നെ നോക്കിയാൽ മതി. ഈ ആദ്യം കിട്ടിയ 53 ആണ്, പിന്നെ കിട്ടുന്ന 35 ആണെങ്കിൽ അതിന്റെ പിറകോട്ട് നോക്കിയാൽ മതി. വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ സാധിക്കും. കുറച്ച് സമയം എന്തായാലും നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷെ ഈ ഒരു നിങ്ങൾ ആൻസർ കീ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആണ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ആ ഒരു ക്വസ്റ്റ്യന്റെ കോഡ് കണ്ടെത്തി ആൻസർ കീയിൽ വന്ന് ചെക്ക് ചെയ്ത് പോകുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുക എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിന്റെ കൂടെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ വിചാരിച്ചൊരു മാർക്ക് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നമുക്കിപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എത്ര എണ്ണം ശരിയാ, എത്ര എണ്ണം തെറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ പ്രൊഫഷണൽ ആൻസർ കീന്ന് വ്യത്യാസങ്ങളൊക്കെ തന്നെ വരാറുണ്ട്. 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ മേ ബി മാറി വരാം. എല്ലാ പേപ്പറിലും അല്ല, ചില പേപ്പറിലെങ്കിലും. പക്ഷെ നിങ്ങൾക്ക് ഇപ്പൊ ലഭിച്ചിട്ടുള്ള സ്കോർ, നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ ഈ ഒരു എക്സാം എഴുതിയവരുടെ റെസ്പോൺസ് അറിയുന്നതിനായിട്ട് താഴെ ഞങ്ങളൊരു ഫോം ഫില്ല് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ദയവായി ആ ഫോം ഫില്ല് ചെയ്യുക. ഫോമിലൂടെ കിട്ടുന്ന സകല ഡീറ്റെയിൽസും നിങ്ങളിലേക്ക് തന്നെ അനലൈസ് ചെയ്ത ശേഷം ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. മുൻ വർഷങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ചെയ്യുകയും അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയി എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. സ്റ്റിൽ പല കുട്ടികളും അതിനെപ്പറ്റി പറയാറുണ്ട്. അതുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുക. അതിലൂടെ ഓരോ സബ്ജക്ട്സിലും ഏകദേശം എത്രത്തോളം സ്കോർ നമ്മുടെ മലയാളി സ്റ്റുഡൻസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനും മറ്റ് ഈ പറഞ്ഞ സ്കോറുകളും ഒക്കെ ആയിട്ട് തന്നെ കമ്പയർ ചെയ്യാനും അതിലൂടെ ഏകദേശം എവിടെ നമ്മൾ നിൽക്കുന്നു എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കാനും ആ സ്കോർ മുൻ വർഷങ്ങളിൽ നമ്മളെ ഒരു വേഗ ഐഡിയെങ്കിലും കിട്ടുന്നതിനായിട്ട് സഹായിച്ചിട്ടുണ്ടെന്ന് പറയാതെ വയ്യ. സോ അതുകൊണ്ട് താഴെ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം എന്തായാലും ഉറപ്പുവരുത്തുക. അധികം സമയമൊന്നും എടുക്കില്ല, മേ ബി 3 മിനിറ്റ്സ്. ആ ഒരു 3 മിനിറ്റ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ഫോം ആണ്. സോ കൈൻഡ്ലി ഡു ദാറ്റ്. ഇനി ഫർദർ ഡൗട്ട്സ് എല്ലാം തന്നെ കമന്റ് ബോക്സിൽ അറിയിക്കുക. സ്റ്റേ ട്യൂൺഡ് ടു പ്രൊപ്പോസ് UG+. ഇനി ഒരുപാട് അപ്ഡേറ്റ്സ് വരാണ്ട്, അതെല്ലാം തന്നെ ലഭിക്കുന്നതിനായിട്ട് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. പീസ് ഔട്ട്.